എല്ലാവർക്കും ഓഗസ്റ്റ് 3 കഴിഞ്ഞപ്പോൾ സെയിം ചോദ്യമാണുള്ളത്. എന്തുകൊണ്ടാണ് 3:30 ശേഷം നിഫ്റ്റിയിൽ ഇത്രയും വലിയ ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്? ഇപ്പം മാർക്കറ്റ് ക്ലോസിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട റൂൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരാണ് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ ഡേ എൻഡിലെ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും ഒരു ഓപ്ഷനിൽ കളക്ട് ചെയ്യും. എന്നിട്ട് മാക്സിമം ക്വാണ്ടിറ്റി മാച്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു സിംഗിൾ ക്ലോസിംഗ് പ്രൈസ് ഇവിടെ കണ്ടെത്തും. അപ്പൊ ഇത് ക്ലോസിംഗ് പ്രൈസ് കുറച്ചും കൂടി ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 3:15 CS എലിജിബിൾ ആയ നിഫ്റ്റി സ്റ്റോക്സിൽ നോർമൽ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം റെഗുലർ നിഫ്റ്റി ചാർട്ടിൽ 3:15 അവരുടെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചാർട്ട് ഫ്ലാറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. എന്നാൽ ഓപ്ഷന്റെ ഉള്ളിലെ പ്രൈസ് ഡിസ്കവറി ഇവിടെ കണ്ടിന്യൂ ചെയ്യും. ഓർഡേഴ്സ് അനുസരിച്ച് സ്റ്റോക്കിന്റെ ഇൻഡിക്കേറ്റീവ് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് ബേസ് ചെയ്ത് NSE നിഫ്റ്റിയുടെ ഇൻഡിക്കേറ്റീവ് ക്ലോസിംഗ് പ്രൈസും ഡിസ്പ്ലേ ചെയ്യും. അതായത് സ്ക്രീനിൽ നിഫ്റ്റി ഫ്ലാറ്റ് ആയിട്ട് തോന്നാം, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ പ്രോബബിൾ ക്ലോസിംഗ് ലെവൽ തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ കഴിഞ്ഞ് ഫൈനൽ ക്ലോസിംഗ് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 3:15 പ്രൈസും ഫൈനൽ ക്ലോസിംഗ് പ്രൈസും വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ചാർട്ടിൽ പെട്ടെന്ന് വലിയൊരു ക്യാൻഡിൽ ഇവിടെ കണ്ടേക്കാം. ഇനി FNO ട്രേഡേഴ്സിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാം. ക്യാഷ് സ്റ്റോക്സ് ഓപ്ഷൻ മോഡിലേക്ക് പോകും, പക്ഷേ നിഫ്റ്റി ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും 3:40 വരെ ട്രേഡ് ചെയ്യും. ഇപ്പോൾ നോൺ എക്സ്പയറി ഡേയിൽ ഡെറിവേറ്റീവ്സ് പെട്ടെന്ന് തന്നെ സ്പോട്ട് ക്ലോസ് ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. എന്നാൽ എക്സ്പയറി ഡേയിൽ കോൺട്രാക്ട്സ് നിഫ്റ്റിയുടെ ഒഫീഷ്യൽ ക്ലോസിംഗ് വാല്യൂ ബേസ് ചെയ്താണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഫൈനൽ CAS ബേസ് ക്ലോസ് വന്നു കഴിയുമ്പോൾ എക്സ്പയറിംഗ് ഫ്യൂച്ചേഴ്സ് സെറ്റിൽമെന്റ് ലെവലിലേക്ക് ഷാർപ്പ് റീപ്രൈസ് ചെയ്യാം. ഓപ്ഷൻസും അവരുടെ ഇൻട്രൻസിക് വാല്യൂ അനുസരിച്ച് റീപ്രൈസ് ചെയ്യും. ഇപ്പോൾ റീസെന്റ് എക്സ്പയറിയിൽ നിഫ്റ്റിയുടെ ഫൈനൽ ക്ലോസിംഗ് വാല്യൂ 3:15 ലെവലിനേക്കാളും 150 പോയിന്റ്സ് കൂടുതലായിരുന്നു. അപ്പൊ അതുകൊണ്ട് 3:15 20 to 30 പോയിന്റ്സ് ഔട്ട് ഓഫ് ദ മണി ആയിരുന്ന ഒരു ഓപ്ഷൻ ഫൈനൽ സെറ്റിൽമെന്റ് സമയത്ത് ഇത് ഇൻ ദ മണിയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വലിയൊരു ഓർഡറിൽ പ്രത്യേകിച്ച് ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്സിൽ വന്നാൽ അതിന്റെ ഓപ്ഷൻ പ്രൈസിനെയും നിഫ്റ്റിയുടെ ഫൈനൽ ക്ലോസിംഗ് വാല്യൂവിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കഴിയും. എന്നാൽ ക്ലോസിംഗ് പ്രൈസ് തീരുമാനിക്കുന്നത് ഓപ്ഷൻ റൂൾസും മാക്സിമം മാച്ചിങ് ക്വാണ്ടിറ്റിയും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ FNO ട്രേഡേഴ്സിനുള്ള പോയിന്റ് ഇതാണ്. എക്സ്പയറി ഡേയിൽ 3:15 ശേഷം പൊസിഷൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ അഡീഷണൽ സെറ്റിൽമെന്റ് റിസ്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ 3:15 മുമ്പ് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യോ ഹെഡ്ജ് ചെയ്യോ ചെയ്യാം. ഇനി വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ നമുക്ക് നോക്കാം സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയാണ് CS ബാധിക്കുന്നതെന്ന്. അപ്പൊ ആദ്യം നമുക്ക് 3 കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ചെയ്യാം. അപ്പൊ ആദ്യത്തെ കാര്യം CS അപ്ലൈ ചെയ്യുന്ന FNO എലിജിബിൾ ആയ ഷെയർസിൽ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം നോൺ FNO ഷെയർസിൽ നോർമൽ ട്രേഡിംഗ് 3:30 വരെ കണ്ടിന്യൂ ചെയ്യും. മൂന്നാമത്തെ കാര്യം ഇൻഡെക്സ് അതിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് 3:40 വരെ ഇവിടെ ട്രേഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം എക്സാക്ട്ലി എന്താണ് മാറിയെന്ന്. മുമ്പ് FNO എലിജിബിൾ ആയ സ്റ്റോക്സിന്റെ ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റിന് ലാസ്റ്റ് 30 മിനിറ്റ്സിൽ VWAP ബേസ് ചെയ്താണ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ VWAP എന്ന് പറഞ്ഞാൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നടന്ന ട്രേഡ്സിന് കൂടുതൽ വെയിറ്റ് നൽകി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ആവറേജ് പ്രൈസ് ആണ്. എന്നാൽ ഇതൊരു ആവറേജ് മാത്രമായിരുന്നു, ഒരു സിംഗിൾ എക്സിക്യൂട്ടബിൾ ക്ലോസിംഗ് പ്രൈസ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് CAS ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്കിത് HDFC ബാങ്കിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാം. അപ്പൊ ഇതിൽ നോർമൽ ക്യാഷ് മാർക്കറ്റ് ട്രേഡിംഗ് 3:15 സ്റ്റോപ്പ് ആവും. റെഫറൻസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 മണി മുതൽ 3:15 വരെയുള്ള VWAP ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു പ്രൈസിന്റെ ±3% റേഞ്ചിലുള്ളാണ് ഓപ്ഷൻ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. 3:15 മുതൽ 3:20 വരെ ട്രാൻസാക്ഷൻ പീരീഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ 3:20 മുതൽ 3:25 വരെ മാർക്കറ്റ് ഓർഡേഴ്സും ലിമിറ്റ് ഓർഡേഴ്സും പ്ലേസ് ചെയ്യണം. പക്ഷേ അത് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യില്ല, പകരം ഓപ്ഷനിൽ കളക്ട് ചെയ്യും. അപ്പോൾ 3:25 ശേഷം ലിമിറ്റ് ഓർഡേഴ്സ് മാത്രമേ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയുള്ളൂ. ഓർഡർ എൻട്രി വിൻഡോ 3:28 മുതൽ 3:30 വരെയുള്ള റാൻഡം ടൈമിൽ ക്ലോസ് ആവും. അതിനുശേഷം ഓർഡർ മാച്ച് ചെയ്യുകയും ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3:22 HDFC ബാങ്കിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. പക്ഷേ അപ്പം തന്നെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ആകണമെന്നില്ല. അപ്പോൾ ഓപ്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഓർഡേഴ്സ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. സോ ഇവിടുത്തെ കാര്യം വരുന്നത് ഇങ്ങനെയാണ്. നോൺ FNO ട്രേഡേഴ്സിന് നോർമൽ ട്രേഡിംഗ് 3:30 വരെയാണ്. FNO എലിജിബിൾ ഷെയർസിൽ ഓപ്ഷൻ മോഡ് 3:15 ശേഷമാണ്. ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് കോൺട്രാക്ട്സിൽ ട്രേഡിംഗ് 3:40 വരെയാണ്. അപ്പോൾ CSനെ പറ്റിയിട്ടും 3:15 ശേഷം വന്നിട്ടുള്ള ഈ ഒരു പുതിയ ക്ലോസിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.